പാർട്ടിയുടെ പല പരിപാടികളും കഴിഞ്ഞ 2 വർഷമായിട്ട് എന്നെ അറിയുകയും ചിരിക്കുകയും ഒക്കെ ചെയ്തിരുന്നതിന് ഒന്നിലും പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇതിലും പങ്കെടുക്കണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആവുകയും വലിയ രീതിയിലുള്ള അസുഖം ബാധിക്കുകയും ഭാഗ്യവശാൽ ഒരുപാട് ഉയർത്താൻ കഴിഞ്ഞു. മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതിന് വളരെ സന്തോഷം. എല്ലാവരും 2 ഭാഗം മാത്രം സംസാരിക്കാൻ ഈ മീറ്റിങ്ങിൽ നേരെ സംസാരിക്കാനുള്ളൊരു സാധ്യത ഇല്ല. എന്ന സംഘടന രൂപീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് ദീർഘകാല സഹകരിക്കാൻ കഴിയുകയും തുടർന്നുള്ള കാലത്ത് അദ്ദേഹം വളരെയധികം സ്നേഹം മുന്നോട്ട് കാണിക്കുകയും ഞാനുമായി വളരെ നല്ല രീതിയിലുള്ള സഹകരണം പല മേഖലകളിലും ഉണ്ടായിരുന്നു. അദ്ദേഹം അപ്രതീക്ഷിതമായി നമ്മൾ പോയി ഈ സംഘടനയ്ക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. എങ്കിലും സജീവനത്തിന്റെ നേതൃത്വത്തിൽ അതിനെ പുനഃസംഘടിപ്പിക്കുകയും ആ സംഘടന പൂർവാധികം ശക്തിയായി വളർന്നതാണെന്ന് ഞാൻ വളരെയധികം സന്തോഷിക്കുകയാണ്. ഇന്നിപ്പോ പാർട്ടി രാഷ്ട്രീയ പാർട്ടിയായി പ്രവേശിക്കുകയും അതിന് സ്വന്തമായി സ്ഥലവും ബിൽഡിങ്ങും ഓഫീസും ഇതുപോലെയുള്ള വലിയ രീതിയിലുള്ള അംഗങ്ങളും പ്രവർത്തിക്കുന്നതും വളരെയധികം സന്തോഷമാണ്. നമുക്ക് മുന്നോട്ടുള്ള യാത്രയിൽ പാർട്ടിക്ക് കേരളത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്താൻ കഴിയും. പ്രത്യേകിച്ച് രാഷ്ട്രീയ മേഖലയിൽ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാകാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാനും ഈ DHR ചേർന്ന് ആഗ്രഹിച്ച ആളാണ്. ഒരു ഘട്ടത്തിൽ തത്വങ്ങളൊക്കെ പക്ഷെ നിർഭാഗ്യവശാൽ ആ സംഘടനയിലുള്ള അതിനുണ്ടായ പ്രശ്നങ്ങളുടെ കാരണം എനിക്ക് അതുമായി ഒരു മെമ്പർഷിപ്പിനായി ചേരാനൊന്നും കഴിഞ്ഞില്ല. എന്നാൽ ഒരു സാമൂഹിക പ്രവർത്തനങ്ങളിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇന്ത്യൻ ലേബർ പാർട്ടി പുനഃസംഘടിപ്പിക്കുകയും അതുമായി മുന്നോട്ട് പോവുകയും ചെയ്തത്. അപ്പൊ അങ്ങനെ നമ്മളിപ്പോൾ സമാന്തരമായി ഒരേ മേഖലയിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന രാഷ്ട്രീയ സംഘടനകൾ കേരളത്തിൽ നല്ല രീതിയിൽ വളർച്ച പ്രാപിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ലേബർ പാർട്ടി പ്രകൃതിയാത്ത രീതിയിൽ വളർന്നു വരുന്നു. DHR പാർട്ടി വളരെ നല്ല രീതിയിൽ വളർന്നു പഞ്ചായത്ത് പരസ്പര സഹകരണത്തിലൂടെ കേരളത്തിൽ രാഷ്ട്രീയ മുന്നേറ്റം അധികം താമസമില്ല എന്ന് നടപ്പിലാക്കാൻ കഴിയും എന്ന പൂർവ്വവിശ്വാസമാണ് എനിക്കുള്ളത്. അതുമായി ബന്ധപ്പെട്ട് സജീവനത്തിലും ഉഷാപ്രകാരത്തിലൊക്കെ വളരെ വിശദമായ ചർച്ചകളും സംസാരങ്ങളും നടന്നിട്ടുണ്ട്. പരസ്പരം സഹകരിച്ചുകൊണ്ട് കേരളത്തിൽ അധികാര രാഷ്ട്രീയത്തിൽ കാലിൽ പിടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് നമ്മൾ സഹകരിച്ചുകൊണ്ട് പോകുന്നത്. അതിനകത്ത് തുടക്കം കുറിക്കാൻ വരുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ സാധിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇന്ത്യൻ ലേബർ പാർട്ടി അതുപോലെ തന്നെ DHR പാർട്ടി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ UDF-മായി സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരത്തായി അതെല്ലാം വളരെ ശുഭസൂചകമായിട്ടുള്ള നമ്മുടെ ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള ഒരു കാൽപ്പാടായിട്ട് നമ്മളെല്ലാം കാണുന്നു. തുടർന്നും ഈ പ്രവർത്തനങ്ങളുമായി സഹകരിക്കാൻ കഴിയും എന്നും അതിന് ഞങ്ങളെല്ലാം നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നും ഉറപ്പു നൽകുന്നുണ്ട്. ഈ സമ്മേളനത്തിന്റെ എല്ലാവിധ ആശംസകളും ഇന്ത്യൻ ലേബർ പാർട്ടിയുടെ പേരിൽ എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഈ സമ്മേളനത്തിൽ തുടർന്നുള്ള നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും ഈ
പാർട്ടിക്ക് ഈ രാഷ്ട്രീയ പാർട്ടിക്ക് വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നിർത്തുന്നു. എല്ലാവർക്കും ജയ് ഭീം, ജയ് ഭാരത്.